വത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പയുടെ മൃതദേഹം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പുറത്തേക്ക് പാപ്പ മൊബൈൽ പോലുള്ളൊരു വാഹനത്തിലാണ്. വലിയ മാർപ്പാപ്പയ്ക്ക് വളരെ ഇങ്ങനെയുള്ള ആർഭാടങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ മാർപ്പാപ്പ സാധാരണ സെൻറ്റ് പീറ്റേഴ്സ് ബസ് സ്ക്വയറിൽ ഉപയോഗിക്കാറുള്ള സാധാരണ ഒരു പാപ്പ മൊബൈലിലാണ് മാർപ്പാപ്പയുടെ മൃതശരീരം വഹിച്ചുകൊണ്ട് ഉള്ള യാത്ര മുന്നോട്ട് പോകുന്നത്. റോഡിൻ്റെ വശങ്ങളിലായിട്ട് ധാരാളം മനുഷ്യർ മാർപ്പാപ്പയെ കാത്തു നിൽക്കുന്നു. റോമിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുക. റോമ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഥികളിലൂടെയാണ് മാർപ്പാപ്പയുടെ മൃതശരീരം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്നും പുറത്തേക്ക് മുന്നോട്ട് നീങ്ങുന്ന മാർപ്പാപ്പയുടെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് പോകുന്നു. വിയ ദെൽ കോർസോയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കരുതുന്നത്. വിയ ദെൽ കോർസോയിലൂടെ പോയി പിയാത്സ വെനേസിയ വഴി പിന്നീട് കൊളോസിയത്തിൻ്റെ അരികിലൂടെ ഉള്ള റോഡിലൂടെ മരിയ മജോറെ ബസിലിക്കയുടെ മുൻപിലേക്ക് എത്തിച്ചേരും. ഇത് വിയ ദെൽ കോർസോയിലൂടെയാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ മൃതശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിയ ഔറേലിയയിൽ നിന്ന് കടക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുക. മാർപ്പാപ്പ മഴ പെയ്താൽ പിന്നീട് നടക്കുന്ന പൗളോ സെസ്തോ പോൾ ദ സിക്സ്തിൻ്റെ പേരിലുള്ള ആ ഹാളിൻ്റെ സൈഡിലൂടെ മുന്നോട്ട് പോകുന്നു. അടുത്തതായിട്ട് മുന്നിൽ കാണുന്നത് വത്തിക്കാനിന് തൊട്ടടുത്തുള്ള ഒരു ടണലാണ്. ആ ടണലിലേക്ക് ഇപ്പോൾ പ്രവേശിക്കും. ആ ടണലിലൂടെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് വത്തിക്കാൻ്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് കടന്നു എന്നാണ് അർത്ഥം. ആ ടണലിലേക്കാണ് ഇപ്പോൾ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഇറ്റാലിയൻ പോലീസാണ് അതിന് അകമ്പടി സേവിക്കുന്നത്. ഇറ്റാലിയൻ പോലീസിൻ്റെ വലിയൊരു വ്യൂഹം തന്നെ മാർപ്പാപ്പയുടെ മൃതശരീരത്തെ അനുഗമിക്കുന്നു. റോഡിൻ്റെ വശങ്ങളിലായിട്ട് ധാരാളം മനുഷ്യർ മാർപ്പാപ്പയെ കാത്തു നിൽക്കുന്നുണ്ട്. റോമ നഗരം നിശ്ചലമായിരിക്കുകയാണ്. കാരണം റോമിൻ്റെ പ്രധാനപ്പെട്ട വീഥികളിലൂടെയാണ് മാർപ്പാപ്പയുടെ അന്തിമയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോമ നഗരത്തിലൂടെ പ്രധാന വീഥികളെല്ലാം നിശ്ചലമായിട്ടാണ്. റോഡൊക്കെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്ത് ആ വഴികളിലൂടെയാണ് മാർപ്പാപ്പ ടണലിലേക്ക് പ്രവേശിക്കുന്നു. വത്തിക്കാൻ്റെ തൊട്ടടുത്തുള്ള ആ ടണലിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞാൽ പതുക്കെ വിയ ദെൽ കോർസോയിലേക്ക് എത്തിച്ചേരും. വത്തിക്കാൻ എന്ന കൊച്ചു രാഷ്ട്രത്തോട് മാർപ്പാപ്പ വിട പറഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം അദ്ദേഹം ജീവിച്ച വത്തിക്കാൻ ഒരു രാഷ്ട്രം കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ രാഷ്ട്രത്തിൻ്റെ അതിർത്തികൾ കടന്ന് മാർപ്പാപ്പ രാഷ്ട്രത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അവസാനമായിട്ട് വത്തിക്കാൻ രാഷ്ട്രത്തിൽ നിന്നും പുറത്തേക്ക് റോമ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുക. റോഡിൻ്റെ വശങ്ങളിലായിട്ട് ധാരാളം വിശ്വാസികൾ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുന്നു. വഴിയരികിൽ നിൽക്കുന്ന മനുഷ്യർ ഫ്രാഞ്ചേസ്കോ, പാപ്പ ഫ്രാഞ്ചേസ്കോ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പലരും മാർപ്പാപ്പയുടെ പേര് വിളിച്ചു പറഞ്ഞ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നു. കൈകളടിച്ചുകൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് വളരെ മഹത്വപൂർണമായൊരു ജീവിതം അത് പൂർത്തിയാക്കിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന മാർപ്പാപ്പ. കൈയടിച്ചുകൊണ്ടാണ് ജനം മാർപ്പാപ്പയെ യാത്രയാക്കുന്നത്. വത്തിക്കാനടുത്തുള്ള ടണലിൽ നിന്നും പുറത്തേക്ക് കടന്ന് മാർപ്പാപ്പയുടെ മൃതശരീരവും കൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് നീങ്ങുകയാണ്.